അപരിചിതനായ ഒരാൾ വീട്ടിലേക്ക് വന്ന് മകളെ കൺട്രോളിലാക്കുന്നു. അയാൾ പറയുന്നതെല്ലാം തന്നെ മകൾക്ക് അനുസരിക്കേണ്ടി വരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പാക്കാതെ കാണാൻ ശ്രമിക്കുക. കഥ തുടങ്ങുന്നത് നമ്മുടെ നായകനായ കബീറിനെ കാണിച്ചുകൊണ്ടാണ്. അയാളിപ്പോൾ മകളുടെ സ്കൂളിന് മുന്നിൽ അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ അവൾ വരുന്നു. എന്നിട്ട് അവർ നേരെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയിട്ട് ഫ്രണ്ട്സുമായിട്ട് ലഡാക്ക് ട്രിപ്പ് പോകുന്നതിനെ പറ്റി അവൾ സംസാരിക്കുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കും അവളെ വിടാനായിട്ട് ഒട്ടും താല്പര്യമില്ല. പക്ഷെ മകളുടെ നിർബന്ധം കാരണം അവരൊടുവിൽ സമ്മതിക്കുന്നുണ്ട്. പോകുന്നതിന് മുന്നേ ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും നമ്പർ തരണമെന്ന് കബീർ പറയുന്നുണ്ട്. മാത്രമല്ല ലൊക്കേഷൻസ് അയക്കണമെന്നും അയാൾ പറയുന്നു. ഇതിൽ നിന്ന് തന്നെ കബീർ വളരെ പ്രൊട്ടക്റ്റീവായിട്ടുള്ളൊരു ഫാദറാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിനുശേഷം എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. എന്നിട്ട് അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറുന്നു. അച്ഛനമ്മയും നല്ല ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. പക്ഷേ മോൾക്ക് ആ ഫുഡ് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. മോളുടെ പേര് ജാൻവി എന്നാണ്. ജാൻവി ആ ഫുഡ് കഴിക്കാതെ ആ ഫുഡിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കബീറിന് പെട്ടെന്ന് ചായ കുടിക്കാൻ തോന്നുന്നു. പക്ഷേ ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട് അയാൾക്ക് ചായ കിട്ടുന്നില്ല. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഇവരുടെ ടേബിളിൽ 2 ഗ്ലാസ് ചായ വെക്കുന്നു. വേണ്ടാന്ന് കബീർ പറയുന്നുണ്ടെങ്കിലും ചായയല്ലേ, നിൽക്കണമെങ്കിലും എനിക്കും ഒരു ചായ മേടിച്ചു തന്നോളൂ, അതിലൊന്നും പ്രശ്നമാക്കണ്ട എന്ന് പറഞ്ഞ് അയാൾ അവിടെ പോയിരിക്കുന്നു. അയാൾ അവിടെ ഒറ്റയ്ക്ക് മാറിയിരിക്കുന്നത് കണ്ടിട്ട് കബീർ തങ്ങളോടൊപ്പം ഇരിക്കാനായിട്ട് അയാളെ വിളിക്കുന്നുണ്ട്. അയാൾ വേണ്ടാന്ന് പറഞ്ഞ് നിരസിക്കുന്നുണ്ടെങ്കിലും കബീർ കുറേ നിർബന്ധിക്കുമ്പോൾ അയാൾ വന്ന് അവരുടെ കൂടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ പേര് വൻരാജ് എന്നാണ് എന്ന് പറഞ്ഞ് അയാൾ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. അയാൾ വളരെ കാഷ്വലായി എല്ലാവരോടും സംസാരിക്കുന്നു. അയാൾ എന്നിട്ട് പിന്നെ ജാൻവിയോടും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരത്തിനിടയിൽ അയാൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ലഡു കൊടുക്കുന്നു. അപ്പോൾ അത് ജാൻവിയുടെ അനിയൻ്റെ അടുത്ത് കഴിക്കാൻ പോകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അവൾ അതെടുത്ത് കഴിക്കുന്നുണ്ട്. പക്ഷേ കഴിക്കുന്നതിനിടയിൽ അവൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. അവൾ പെട്ടെന്ന് തന്നെ വൻരാജിനെ നോക്കുന്നുണ്ട്. രാജ് അവളോട് ഭക്ഷണം കഴിക്കാനായിട്ട് പറയുന്നു. അത്രയും നേരം ആ ഭക്ഷണം വേണ്ട, ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞിരുന്ന ആൾ വൻരാജ് പറയുന്നത് കേട്ട് ആ ഭക്ഷണം മുഴുവൻ കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചതിന് ശേഷം അവൾ പിന്നെയും വൻരാജിനെ നോക്കുന്നു. അയാൾ അവളോട് വെള്ളം കുടിക്കാനായിട്ട് പറയുന്നു. അവൾ അതേപോലെ തന്നെ ചെയ്യുന്നു. വൻരാജ് പറയുന്ന കാര്യങ്ങളെല്ലാം അതേപടി അവൾ ചെയ്യുന്നുണ്ട്. അച്ഛനും അമ്മയും ഈ കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. വൻരാജ് അവരോട് ബൈ പറഞ്ഞ് പോകുന്നു. അതിനുശേഷം ഇവർ പോകാൻ വേണ്ടി വണ്ടിയിലിരിക്കുന്ന സമയത്ത് വൻരാജ് വന്നിട്ട് അവൾക്കൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് കൊടുക്കുന്നു. വീടെത്തണത് വരെ ഇത് കഴിച്ചോളൂ എന്നും അവളോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ വീട്ടിലെത്തുന്നു. വീട്ടിലെത്തിയതിന് ശേഷം അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ വളരെ നോർമലായിരുന്നു. ഇവരെല്ലാവരും കൂടെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്നു. അമ്മ എന്നിട്ട് ഫ്രഷ് ആയിട്ട് ടെറസിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഗേറ്റിൻ്റെ അവിടെ വൻരാജ് നിൽക്കുന്നത് കാണുന്നു. ഇയാൾ എന്തിനാണ് ഇവിടെ വന്നേക്കുന്നത് എന്നവൾ ആലോചിക്കുന്നു. ഉടനെ തന്നെ കബീറിൻ്റെ അടുത്ത് വിവരം ചെന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ വരുന്ന സമയത്ത് അയാൾ വീടിനകത്ത് തേരാപ്പാര നടക്കുന്നതാണ് അവർ കാണുന്നത്. ഞാൻ അകത്തേക്ക് കയറാൻ പറഞ്ഞത് കൊണ്ടാണ് അയാൾ അകത്തേക്ക് കയറിയത് എന്ന് ജാൻവി പറയുന്നുണ്ട്. എന്താ കാര്യം എന്ന് കബീർ അന്വേഷിക്കുമ്പോൾ എൻ്റെ ഫോണിലെ ചാർജ് തീർന്നു പോയി, എനിക്ക് വീട്ടിലേക്ക് വിളിക്കാനായിട്ട് വേറെ വഴിയില്ല, ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് അയാൾ കബീറിനോട് പറയുന്നുണ്ട്. നേരത്തെ പരിചയപ്പെട്ടത് കൊണ്ട് തന്നെ അയാളുടെ ഒരു റിക്വസ്റ്റ് കബീറിന് നിഷേധിക്കാൻ തോന്നിയില്ല. കബീർ അതിന് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അത് ഭാര്യക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഈ വീട്ടിൽ വന്നത് ഒട്ടും ഇഷ്ടമായിട്ടില്ല, അയാളോട് വേഗം പോകാൻ പറ എന്ന് കബീറിൻ്റെ ഭാര്യ അയാളോട് പറയുന്നുണ്ട്. മൊബൈൽ ചാർജ് ആയതിനു ശേഷം ഉടനെ തന്നെ അയാൾ നമുക്ക് പറഞ്ഞുവിടാമെന്ന് ഭാര്യയോട് അയാൾ പറയുന്നു. അതിനുശേഷം കാണിക്കുന്നത് വൻരാജ് ജാൻവിയോട് സംസാരിക്കുന്നതാണ്. ജാൻവിയുടെ എല്ലാ കാര്യങ്ങളും അയാൾ ചോദിച്ചറിയുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാൻവിയുടെ അനിയൻ പന്തെറിഞ്ഞ് അവരെ ശല്യപ്പെടുത്തുന്നുണ്ട്. ഇത് ഒട്ടും ഇഷ്ടപ്പെടാതിരുന്ന വൻരാജ് അവൻ ഇനി ഒരിക്കലും കളിക്കാൻ തോന്നാത്ത വിധം അവൻ്റെ കൂടെ പോയി കളിക്കാൻ അയാൾ അവളോട് പറയുന്നു. പിന്നീട് അവളുടെ അനിയൻ്റെ വലിയൊരു ഒച്ച കേൾക്കുന്നുണ്ട്. ആ ഒരു വലിയ ഒച്ച കേട്ടിട്ട് അമ്മയും അച്ഛനും കൂടെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ കണ്ടത് ഊഞ്ഞാലിൽ അവളുടെ അനിയനെ ഇരുത്തിയിട്ട് ജാൻവി വളരെ ഉയരത്തിൽ അവനെ ഭയപ്പെടുത്തിക്കൊണ്ട് ആടുകയാണ്. ഒരു വന്ന് വേഗം തന്നെ ആ ഒരു ഊഞ്ഞാലിൽ നിർത്തുന്നുണ്ട്. എന്നിട്ട് ജാൻവിക്ക് നല്ല വഴക്കം കൊടുക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ രസത്തോടുകൂടി വൻരാജ് നോക്കി നിൽക്കുകയാണ്. സാരമില്ല, ഒരബദ്ധം പറ്റിയതല്ലേ, ഇനി അങ്ങനെ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് അച്ഛൻ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും അവളുടെ മട്ടും ഭാവമൊന്നും മാറുന്നില്ല. അവൾ വളരെ സങ്കടത്തോടു കൂടി തന്നെ നിൽക്കുകയാണ്. വൻരാജ് അപ്പോഴും അവരുടെ വീട്ടിൽ നിന്ന് പോയിട്ടില്ല. അവൾ നിങ്ങളുടെ മക്കളെ മര്യാദക്കൊന്നും വളർത്തിയിട്ടില്ല, നിങ്ങളുടെ വളർത്തുദോഷം കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് അയാൾ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. ഇത് കേൾക്കുന്ന കബീർ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല, ഇത് ഞങ്ങളുടെ കാര്യമാണ് എന്ന് പറയുന്നുണ്ട്. വൻരാജിനാണെങ്കിൽ ഇത് കേട്ടിട്ട് ഒരു കുലുക്കവുമില്ല. അയാൾ വന്ന് അവരുടെ ഒപ്പം കസാരയിൽ ഇരുന്നിട്ട് ജാൻവിയുടെ കാര്യങ്ങളെല്ലാം വൻരാജ പറയാൻ തുടങ്ങുന്നു. ജാൻവി, നീ നിന്റെ കാര്യങ്ങളെല്ലാം എന്തിനാണ് ഇയാളോട് പറഞ്ഞത് എന്ന് അമ്മ വളരെ ദേഷ്യപ്പെട്ട് അവളോട് ചോദിക്കുന്നുണ്ട്. ഇയാൾ പറയുന്നതെല്ലാം തന്നെ ഞാൻ അനുസരിക്കണം എന്നൊരു ഫീലിംഗ് എനിക്ക് തോന്നുന്നു എന്ന് അവൾ അമ്മയോട് പറയുന്നു.
വനരാജ് എന്നിട്ടും നിർത്തുന്നില്ല. അയാൾ ജാൻവിയോട് അവളുടെ ബോയ് ഫ്രണ്ടിനെ വിളിച്ച് അവനുമായി ബ്രേക്കപ്പ് ചെയ്യാനായിട്ട് പറയുന്നു. വനരാജ് പറയുന്നത് പോലെ തന്നെ അവൾ കേൾക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ കബീറിന്റെ നിയന്ത്രണം പോകുന്നുണ്ട്. വനരാജിന്റെ കോട്ടെടുത്ത് അവന് കൊടുത്തിട്ട് വേഗം തന്നെ പോകാനായിട്ട് പറയുന്നു. വനരാജിനെ നിർബന്ധപൂർവ്വം എഴുന്നേൽപ്പിച്ച് പുറത്താക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് വനരാജ് ജാൻവിയോട് നിന്റെ അച്ഛനെ തടയാനായിട്ട് പറയുന്നു. അങ്ങനെ ജാൻവി വന്ന് അവരുടെ അച്ഛനെ പിടിച്ചു നിർത്തുന്നു. കബീർ എത്ര പറഞ്ഞിട്ടും ജാൻവി മാറുന്നില്ല. കബീർ ജാൻവിയെ തള്ളി മാറ്റി അയാളെ പുറത്താക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ജാൻവി അച്ഛനെ ഒറ്റ തള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്. അച്ഛനും അമ്മയും ഇത് കാണുമ്പോൾ തന്നെ വളരെയധികം ഷോക്കാവുന്നുണ്ട്. ഏതാണ് ഇപ്പോൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വനരാജനോട് അവർ ചോദിക്കുന്നു. ഞാൻ നിങ്ങളുടെ മകളെ വശീകരിച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ പറയുന്നത് മാത്രമേ അവൾ കേൾക്കുകയുള്ളൂ. നിങ്ങളുടെ സമ്മതത്തോടു കൂടി നിങ്ങളുടെ മകളെ എനിക്ക് ദാനം നൽകണം എന്ന് അയാൾ പറയുന്നു. ഞങ്ങൾക്കതിന് സാധിക്കില്ല എന്നവർ തീർത്ത് പറയുന്നുണ്ട്. വനരാജന് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ എനിക്ക് എൻ്റെ എല്ലാ ലിമിറ്റും കടക്കേണ്ടി വരും. മാത്രമല്ല അത് നിങ്ങൾക്കൊട്ടും സഹിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് വേഗം നിങ്ങൾ സമ്മതിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് വനരാജ് അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങളതിന് സമ്മതിക്കില്ല, ഞങ്ങളുടെ മകളെ വിട്ടു തരില്ല എന്നവർ പിന്നെയും പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന വനരാജ് ജാൻവിയോട് പോയിട്ട് അടുക്കളയിൽ നിന്ന് കുറച്ച് ചായപ്പൊടി എടുത്ത് അത് ഫുള്ള് കഴിക്കാനായിട്ട് പറയുന്നു. അയാൾ പറയുന്നത് പോലെ തന്നെ ജാൻവി അത് മൊത്തം കഴിക്കുന്നുണ്ട്. അവൾ ഛർദ്ദിച്ചത് തുപ്പുന്നത് വരെ അവൾ കഴിക്കുന്നുണ്ട്. അതിനുശേഷം അവളുടെ അച്ഛനെ അടിക്കാനായിട്ട് വനരാജ് പറയുന്നു. അതും അവൾ ചെയ്യുന്നുണ്ട്. അത് അടിച്ചു കഴിഞ്ഞതിന് ശേഷം അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. അവരിപ്പം സങ്കടം തോന്നുന്നുണ്ട്. പക്ഷെ അവൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. വനരാജ് പറയുന്ന കാര്യങ്ങളെല്ലാം അവൾക്ക് അനുസരിക്കാനാണ് തോന്നുന്നത്. അയാളെ ആക്രമിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ കബീർ അയാൾക്ക് അവസാനം പണം ഓഫർ ചെയ്യുന്നു. എന്ത് വേണമെങ്കിലും തരാം, ഈ വീട് വേണമെങ്കിലും എഴുതിത്തരാം എന്ന് കബീർ പറയുന്നു. എങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവരാനായിട്ട് വനരാജ് ആവശ്യപ്പെടുന്നു. അങ്ങനെ ആ വീട്ടിലുള്ള എല്ലാ പണവും സ്വർണ്ണാഭരണങ്ങളും ഒരു ബാഗിലാക്കി വനരാജിന് കൊടുക്കുന്നു. അത് മേടിച്ച് വനരാജ് പുറത്തു പോകുമ്പോൾ സമാധാനത്തോടെ മകളെ അയാൾ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പക്ഷെ മകളുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ അങ്ങനെ തന്നെ വളരെ മന്നിച്ച് നിൽക്കുകയാണ്. കണ്ടിട്ട് സംശയം തോന്നിയ അയാൾ ഡോറ് വന്ന് തുറന്നു നോക്കിയപ്പോൾ ആ പണമെല്ലാം വനരാജ് കത്തിച്ചിട്ടേക്കുന്നതാണ് കാണുന്നത്. നിങ്ങളെപ്പോലുള്ള മനുഷ്യന്മാർ പണം തന്നെ എന്തും തീർക്കാമെന്ന് വിചാരിക്കും. പക്ഷേ ഞാൻ മനുഷ്യനല്ല, എനിക്ക് പണമൊന്നും ആവശ്യമില്ല. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നും നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് തന്നെ പണം തന്നെ എന്നെ ഒതുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എന്ന് വനരാജ് അയാളോട് പറയുന്നു. അതിനുശേഷം പഴയതുപോലെ തന്നെ അയാൾ കയറി വന്ന് അവരുടെ സോഫയിലിരുന്ന് ജാൻവിയോട് ഡാൻസ് കളിക്കാനായിട്ട് പറയുന്നു. അങ്ങനെ ജാൻവി അയാൾ പറയുന്നത് കേട്ട് നിർത്താതെ ഡാൻസ് കളിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് വനരാജ് ഉറങ്ങാൻ കിടക്കുന്നു. ഉറങ്ങുന്നതിന് മുന്നേ തന്നെ ആരെങ്കിലും എന്നെ ആക്രമിക്കാൻ വരുവാണെങ്കിൽ അയാളെ കുത്തിയേക്ക് എന്ന് ജാൻവിയോട് പറഞ്ഞ് അവളെ കാവൽ നിർത്തിയിട്ടാണ് അയാൾ ഉറങ്ങാൻ കിടക്കുന്നത്. അങ്ങനെ അവൾ അവിടെ കത്തിയും പിടിച്ചു ഒരു ഭ്രാന്തിയെ പോലെ അയാൾക്ക് കാവൽ നിൽക്കുകയാണ്. പെട്ടെന്ന് അവളുടെ അച്ഛൻ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് അവൾ കരയുന്നുണ്ട്. അച്ഛൻ അടുത്ത് വന്നു കഴിഞ്ഞാൽ അയാൾ പറഞ്ഞതുപോലെ തന്നെ അച്ഛനെ അവൾ കുത്തിക്കൊല്ലേണ്ടി വരും. അവൾ പേടിച്ച് വരച്ച് യൂറിൻ പാസ് ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ കബീറിന് സഹിക്കാനാവാതെ അയാൾ മുകളിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ഭാര്യയുടെ കാര്യം പറയുന്നു. അവരുടനെ തന്നെ അവൾക്ക് മാറാനായിട്ട് ഒരു പാൻറ്റും എടുത്തിട്ട് താഴെ ഇറങ്ങി വരുന്നു. എന്നിട്ട് അവളെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ വനരാജ് സമ്മതിക്കുന്നില്ല. ഇവിടെ നിർത്തി ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്താൽ മതി എന്ന് വനരാജ് പറയുന്നു. ഇത്ര വഴിയില്ലാതെ അമ്മ അവൾക്ക് മറയായി നിന്നിട്ടാണ് അവൾ ചേഞ്ച് ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് കബീർ ജനലിൽ കൂടെ ഇറങ്ങാൻ ശ്രമിക്കുന്നതാണ്. അതെന്തിനാണ് അവനങ്ങനെ ചെയ്യുന്നത് എന്നിപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. മൂവിയുടെ എൻഡിലാണ് അതെന്തിനാണെന്ന് പറയുന്നത്. അമ്മയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റാതെ അയാളെ പിടിച്ച് തല്ലുന്നുണ്ട്. കബീറും വനരാജിനെ തല്ലുന്നുണ്ട്. വനരാജിനെ ആക്രമിക്കുന്നത് കണ്ടിട്ട് ജാൻവി അത് തടുക്കാനായിട്ട് വരുമ്പോൾ അവളെ സ്റ്റെപ്പിൻ്റെ അവിടെയായിട്ട് അച്ഛൻ കെട്ടിയിടുന്നുണ്ട്. എന്നിട്ട് വനരാജിനെ ചെന്നിട്ട് നല്ല ഇടി കൊടുക്കുന്നുണ്ട്. അയാളുടെ കഴുത്ത് ഞെരിച്ചിട്ട് എൻ്റെ മകളെ നീ ഫ്രീ ആക്കി, അല്ലാതെ നീ വീട്ടില്ല എന്ന് കബീർ പറയുന്നുണ്ട്. കേട്ട വനരാജ് ജാൻവിയോട് നീ മരിക്കുന്നത് വരെ ചിരിക്കാനായിട്ട് പറയുന്നു. അവളുടെ ആ ഒരു അട്ടഹസിച്ച ചിരി കേട്ടിട്ട് അവളുടെ അച്ഛന് വളരെയധികം ഭ്രാന്തെടുക്കുന്നു. അയാൾ ഉടനെ തന്നെ വനരാജിനെ വിടുന്നു. നിങ്ങൾ എന്നെ ഇത്രയും ആക്രമിച്ച സ്ഥിതിക്ക് ഞാൻ എന്തെങ്കിലും ഒന്ന് പകരം തന്നെ മതിയാകും. അതുകൊണ്ട് ജാൻവിയോട് അവളുടെ അനിയനെ പോയി കൊല്ലാനായിട്ട് അയാൾ പറയുന്നു. അങ്ങനെ അവൾ വേഗം തന്നെ കത്തിയെടുത്ത് അവളുടെ അനിയനെ കൊല്ലാനായിട്ട് പോകുവാണ്. അച്ഛനും അമ്മയും പരമാവധി അവളെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ കേൾക്കുന്നില്ല. അച്ഛനും അമ്മയും കൂടെ പിടിച്ചൊരു റൂമിലേക്ക് കയറ്റിയ ശേഷം അമ്മ നിനക്ക് നിന്റെ അനിയനെ കൊല്ലണോ എന്ന് പറഞ്ഞ് 2 അടി കൊടുക്കുന്നു. പെട്ടെന്ന് നമുക്കൊരു ബോധം വന്നതുപോലെ ഇനി ഇത് രക്ഷിക്കച്ച എന്ന് പറഞ്ഞ് അവൾ ഒരുപാട് കരയുന്നുണ്ട്. ഇതെങ്ങനെ തീർക്കണം എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് അവൾ അച്ഛനെയും അമ്മേനെയും ഒരു മുറിയിലിട്ട് പൂട്ടുന്നു. അതിനുശേഷം അവളുടെ അനിയനെ കൊല്ലാനായിട്ട് അവൾ പോകുന്നു. അവൾ അനിയനെ എല്ലായിടത്തും അന്വേഷിക്കുന്നു. പക്ഷെ ഒരിടത്തും അനിയനെ കാണാനായിട്ട് സാധിക്കുന്നില്ല. അവസാനം അവിടെ അറസ്റ്റിലിട്ട് വാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ അത് പൂട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ അതൊരു കത്തി വെച്ച് പൊളിച്ചു നോക്കിയപ്പോൾ അനിയനെ കാണുന്നു.
അവൻ പേടിച്ചിട്ട് ഏറ്റവും വലിയ ടെറസിലേക്ക് ഏണി വെച്ച് കയറുന്നു. എന്നിട്ട് അവളും ആ ഏണിയിലേക്ക് കയറുന്നു. അപ്പോൾ തന്നെ അവൻ്റെ അച്ഛനും അമ്മയും മുറി പൊളിച്ച് വരുന്നുണ്ടെങ്കിലും ഒരുപാട് വൈകിപ്പോയിരുന്നു. അച്ഛൻ കയറാൻ നോക്കുന്ന സമയത്ത് അവൾ ഏണി താഴെ ഇടുന്നു. അങ്ങനെ അച്ഛന് കയറാനായിട്ട് സാധിക്കുന്നില്ല. എന്നിട്ട് അനിയനാണ് അവനെ കൊല്ലരുത് എന്ന അച്ഛനും അമ്മയും താഴെ നിന്ന് ഒരുപാട് കരഞ്ഞപേക്ഷിക്കുന്നുണ്ടെങ്കിലും അവൾ കേൾക്കുന്നില്ല. അവൾ അവനെ ടെറസിൽ നിന്നും താഴെ വീഴ്ത്തുന്നു. അങ്ങനെ അച്ഛൻ ഉടനെ തന്നെ അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് താഴെ വരുന്നുണ്ടെങ്കിലും അവൻ താഴെ വീഴുകയാണ്. കുറച്ച് സമയത്തേക്ക് അവൻ മരിച്ചുപോയി എന്ന് വിചാരിച്ച് അവർ വളരെയധികം സങ്കടപ്പെടുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അവൻ്റെ ഒരു ശ്വാസം വന്ന് അവൻ സംസാരിക്കുന്നത് അവർ കേൾക്കുന്നു. അങ്ങനെ അവർ നിൽക്കുന്ന സമയത്ത് വൻരാജ് ജാൻവിയുമായി ഇറങ്ങി വന്നിട്ട്, നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്, ഇവനെ വേഗം ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞാൽ അവനെ രക്ഷിക്കാൻ സാധിക്കും. അവസാനം അവരോട് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ സമ്മതത്തോടു കൂടി വൻരാജ് ജാൻവിയെ കൊണ്ടുപോകുന്നു. മകനെ കാറിലിരുത്തുന്ന സമയത്ത് അവൻ്റെ ഒരു അർദ്ധബോധാവസ്ഥയിലും ഇച്ചയെ കൊണ്ടുപോവാ എന്ന് അച്ഛനോട് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ കബീറിൻ്റെ ഭാര്യ മകനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. കബീർ നേരെ ജാൻവി അന്വേഷിച്ചിറങ്ങുന്നു. ഈ സമയം നമ്മുടെ വൻരാജ് ജാൻവിയുമായിട്ട് കാട്ടിലൂടെ പോകുന്ന സമയത്ത് അയാൾ നേരത്തെ വശീകരിച്ച് വെച്ച എല്ലാ പെൺകുട്ടികളും അയാളെ പിന്തുടർന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ അയാളുടെ സ്ഥലത്തേക്ക് പോകുന്നു. കബീർ നേരത്തെ ജനലിലൂടെ ഇറങ്ങുന്നത് കാണിച്ചിരുന്നു. അതെന്തിനാണ് അവൻ അങ്ങനെ ഇറങ്ങുന്നത് എന്ന് ഇപ്പോഴാണ് സിനിമയിൽ കാണിക്കുന്നത്. വൻരാജിന്റെ ചാർജിലിട്ട ഫോൺ എടുക്കാനായിട്ടാണ് ഇറങ്ങിയത്. എന്നിട്ട് അയാളുടെ ഫോണിൽ അയാൾ ലൊക്കേഷൻ ഇടുന്നു. ആ ഒരു ലൊക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ കബീർ വൻരാജുള്ള സ്ഥലത്തേക്ക് പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് വൻരാജൻ്റെ സ്ഥലമാണ്. വശീകരിച്ച് വെച്ച എല്ലാ പെൺകുട്ടികളോടുമായിട്ട് വൻരാജ് എന്നിട്ട് ഇങ്ങനെ പറയുന്നു, ഞാൻ ഈ കറുത്ത പാവകളെല്ലാം തീയിലേക്ക് എറിയുകയാണ്. അവസാനത്തെ ചുവന്ന പാവ ഞാൻ തീയിലേക്ക് എറിയുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ തീയിലേക്ക് എടുത്ത് ചാടണം. അതിനുശേഷം ഞാൻ അവരുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ എനിക്ക് അവരെ വശീകരിക്കാൻ പറ്റും. പിന്നീട് എനിക്ക് ആർക്കും ലഡ് കൊടുക്കേണ്ടി വരില്ല. എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്ന ദൈവം ഞാനായിരിക്കും എന്ന് വൻരാജ് പറയുന്നു. വൻരാജ് ഓരോ പാവകളായിട്ട് തീയിലേക്ക് എറിയുകയാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് കബീർ എത്തുന്നത്. വൻരാജിൻ്റെ കൂട്ടാളികൾ കബീറിനെ പിടിച്ചിട്ട് വൻരാജിൻ്റെ മുൻപിലേക്ക് ഇടുന്നു. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഫാദർ നീയാണ്, നീ മാത്രമാണ് ഇത്രയും ദൂരം വന്നത് എന്ന് വൻരാജ് പറയുന്നു. അങ്ങനെ കബീറിനെ അവിടെ കിടത്തിയിട്ട് വൻരാജ് അവൻ്റെ കാര്യങ്ങളെല്ലാം പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ കറുത്ത പാമ്പുകൾ പിന്നെയും തീയിലേക്ക് ഇടുന്നു. ഇങ്ങനെ അയാളത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കബീർ പെട്ടെന്ന് തന്നെ ഒരു തീക്കൊള്ളി കൊണ്ട് അവൻ്റെ കാലിലേക്ക് കുത്തുന്നു. ചല്ലറി കരയുന്ന സമയത്ത് കബീർ എഴുന്നേറ്റ് വന്ന് അവൻ്റെ നാക്ക് മുറിക്കുന്നു. എന്നിട്ട് അത് ആ തീയിലേക്ക് ഇടുന്നു. നാക്ക് പോയി വായിലെല്ലാം ചോരയായിട്ട് രാജ അവിടെ കിടന്ന് അല്ലറി കരയുകയാണ്. വൻരാജിനെ ഇവൻ ആക്രമിച്ചത് കൊണ്ട് തന്നെ എല്ലാ പെൺപിള്ളേരും ഭ്രാന്തെടുത്ത പോലെ കബീറിന് നേരെ വരികയാണ്. പെട്ടെന്ന് തന്നെ ഒരു കാര്യം കബീർ ആ പെൺകുട്ടികളെ കേൾപ്പിക്കുന്നുണ്ട്. അത് വൻരാജിൻ്റെ വോയിസ് ആയിരുന്നു. വൻരാജ് അറിയാതെ അവൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്തതായിരുന്നു കബീർ അവരെ കേൾപ്പിച്ചത്. അതെങ്ങനെയാണ് അവൻ റെക്കോർഡ് ചെയ്തത് എന്നാണ് പിന്നീട് കാണിക്കുന്നത്. ഇവർ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് വൻരാജ് പറയുന്ന ഒരു കാര്യം അവൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം പഴയതുപോലെ ആക്കണം, പണ്ടത്തെ പോലെ ചിരിക്കണം എന്നൊരു കാര്യം വൻരാജ് പറയുന്നുണ്ട്. വൻരാജ് വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അവൻ ആ ഒരു സെൻറ്റൻസ് മാത്രം അവൻ എടുത്തിട്ട് ആ ഒരു റെക്കോർഡിംഗ് ആണ് ആ പെൺപിള്ളേരെ അവൻ കേൾപ്പിച്ചത്. വൻരാജിൻ്റെ ആ ഒരു സൗണ്ട് കേട്ടിട്ട് പെൺപിള്ളേരെല്ലാവരും തന്നെ പഴയതുപോലെ ആകുന്നുണ്ട്. അങ്ങനെ പോലീസിൻ്റെ സഹായത്തോടു കൂടി എല്ലാ പെൺപിള്ളേരെയും അവരുടെ വീടുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. കബീറും മകനും എല്ലാവരും ആശുപത്രിയിലാണ്. പിന്നെ അവരെ കാണാനായിട്ട് പോലീസ് വരുന്നു. പോലീസ് വന്നിട്ട് അവനോട് ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട്. കാരണം ഒരുപാട് അൺസോൾവ്ഡ് കേസസ് ഇപ്പോൾ കബീർ കാരണം സോൾവായി. ഒരുപാട് പെൺകുട്ടികളെ അവരുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കാനായിട്ട് സാധിച്ചു. വൻരാജ് എവിടെ എന്ന ചോദ്യത്തിന് മാത്രം ഒരു ഉത്തരമില്ല. അയാളെ ഉടനെ കണ്ടെത്തണം, അയാൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആളാണ് എന്ന് കബീർ പറയുന്നുണ്ട്. ഞങ്ങൾ അതിന് ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പോലീസുകാരി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വൻരാജിന് എന്താണ് അവസാനം സംഭവിച്ചത് എന്നാണ്. വൻരാജിനെ നമ്മുടെ കബീർ ഒരു ഇരുണ്ട സ്ഥലത്ത് തടവിലാക്കി വെച്ചേക്കുവാണ്. എന്നിട്ട് അവിടെ ഇട്ടിട്ട് അവന് ഭക്ഷണമൊന്നും കഴിക്കാൻ കൊടുക്കാതെ അവന് ടോർച്ചർ ചെയ്യുകയാണ്. നിന്റെ നരകം ഇതാണ്, നീ ഞങ്ങളോട് ചെയ്തതിന് ഇതാണ് നിനക്കുള്ള ശിക്ഷ, നീ ഇവിടെ കിടന്ന് അനുഭവിക്കുക എന്ന് പറഞ്ഞിട്ട് കബീർ പോകുന്നത്. അതോടുകൂടി സിനിമ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.